ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് തിരുവോണ ദിവസമാണ് കേട്ടോ. രാവിലെ പൂക്കളം ഇടാനില്ല മോഡൽ വരക്കുക ഒരാൾ. അപ്പം ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി വെച്ച് അത്രയും പണി കുറഞ്ഞല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ അമ്പലത്തിൽ പോയി വരുമ്പോഴത്തേനും നല്ല വിശപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ തട്ട് ദോശ ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത് കേട്ടോ, നമ്മൾ ഇഡലി മാവ് കൊണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ഉണ്ടാക്കി വെച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ വേണ്ടി നിൽക്കുക കേട്ടോ. ഇത് അച്ഛനും മോളും ഇവിടെ പൂക്കളം ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പെട്ടെന്നിട് എന്ന്. അങ്ങനെ ഒരു 8:30-9 മണിയായി നമ്മൾ അമ്പലത്തിലോട്ട് പോകുമ്പോൾ. ഇതാ നമ്മളെ അപ്പുറത്തെ പൊന്നൂസിൻ്റെ പൂക്കളാട്ടോ. അവർ വലിയ ബിഗ് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് പിന്നെ അങ്ങനെ സൗകര്യമില്ല ഇടാൻ വേണ്ടിയിട്ട്, അകത്താണ് ഇടുന്നത്. നമുക്ക് മുറ്റത്ത് അങ്ങനെ സ്ഥലമില്ല ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ തലയിൽ വെക്കാൻ മുല്ലപ്പൂവൊക്കെ ചൂടി. ഓണത്തിനും വിഷുവിനാണ് മുല്ലപ്പൂവിന് ഇത്രയും വില കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്പലത്തിലെത്തി മുടിയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി കൊടുത്തിതാ അച്ഛനും മോളും നടക്കോട്ട അമ്പലത്തിലോട്ട്. നമ്മൾ തളാപ്പ് അമ്പലത്തിലാണ് പോയത്. സുന്ദരേശ്വര ടെമ്പിൾ ഉണ്ടല്ലോ ശിവൻ്റെ, അപ്പോൾ അവിടെയാണ് പോയത്. അവിടെ എല്ലാ പ്രാവശ്യവും ഓണത്തിന് വലിയ പൂക്കളം ഇടും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു പൂക്കളം. പിന്നെ ഇവിടെയും ഇടും. അതിന് അപ്പുറത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഇതുണ്ടല്ലോ മണ്ഡപം, അത് അവിടെയും ഇടും കേട്ടോ. അപ്പോൾ അകത്ത് കയറി തൊഴുത് അതിന് ശേഷം നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ അവിടെയും പോയി അവിടെയും പ്രാർത്ഥിച്ച് വരുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറി ഉച്ചയ്ക്ക് ഊണിനുള്ള ഇലയും വാങ്ങി. നമ്മൾ ക്വാർട്ടേഴ്സിൽ നിൽക്കുന്നതുകൊണ്ട് ഇലയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതും വാങ്ങി. പിന്നെ ഊണിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈവനിങ് നമ്മളൊരു മൂവി കാണാൻ പോയി കേട്ടോ, ഹൃദയപൂർവ്വം. അപ്പോൾ അതാണ് ഈ കാണുന്നത്. എപ്പോഴും പാർവതിക്കുട്ടിക്ക് സ്നാക്സ് നിർബന്ധം കേട്ടോ ഫിലിമിന് കാണാൻ വേണ്ടി പോയാൽ. അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ച് നമ്മളങ്ങനെ ഓണം ആഘോഷിച്ചു.